എന്നും നമ്മളെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്കോ അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ ഏതെങ്കിലും ഒരു മാധ്യമത്തിനോ അവസാന ഘട്ടത്തിൽ നമ്മളെ കുറിച്ചിട്ട് പോസിറ്റീവായ ഒരു വാർത്ത ജനങ്ങളിലേക്ക്, ഒരു വിവരം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടി വരുന്ന ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, അത് വല്ലാത്തൊരവസ്ഥയാണ്, വല്ലാത്തൊരു ദയനീയമായൊരവസ്ഥയാണ്. ഖത്തറിനെ ഏതൊക്കെ രീതിയിൽ വേട്ടയാടാൻ പറ്റുമോ, ഖത്തർ വേൾഡ് കപ്പിനെതിരെ ഏതൊക്കെ രീതിയിൽ ശബ്ദിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ശബ്ദിച്ച മാധ്യമമാണ് BBC. അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള BBC അവർക്കാവുന്ന വഴികളിലൊക്കെ ഖത്തർ ലോകകപ്പിനെ അടിച്ചമർത്താൻ ശ്രമിച്ചു എന്ന് തന്നെ വേണം പറയാൻ, ഒരു സംശയം വേണ്ട. ഖത്തർ ലോകകപ്പിനെതിരെ നിരന്തരം വാർത്തകൾ കൊടുക്കുകയും യൂറോപ്യൻ ലോകത്തെ ചില രാജ്യങ്ങളുടെ അജണ്ടകൾക്കൊത്ത് ഖത്തറിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ നടത്തി ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ BBCയും ഉണ്ടായിരുന്നു. പക്ഷെ ആ BBCക്ക് അവസാന ഘട്ടത്തിൽ തിരുത്തേണ്ടി വന്ന വല്ലാത്തൊരു ഗതികേടുണ്ടായിരിക്കുകയാണ്. കാരണം അവർ തന്നെ ഒരു സർവേ നടത്തുകയാണ്. പൊതുവെ അവരുടെ സർവേയുടെ ലക്ഷ്യം എന്തായിരിക്കും എന്നുള്ളതൊന്നും നമ്മൾ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. കാരണം അവരുടെ നിലപാടെന്ന് പറയുന്നത് ഖത്തറിൽ ലോകകപ്പ് സംഘടിപ്പിച്ചത് ശരിയായില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഖത്തർ ലോകകപ്പിനെ കുറിച്ചും ഈ അടുത്ത കാലത്ത്, അതായത് 21ാം നൂറ്റാണ്ടിൽ നടന്ന ലോകകപ്പിൽ ഏതാണ് ഏറ്റവും മികച്ച ലോകകപ്പ്, എവിടെ നടന്ന ലോകകപ്പാണ് ഏറ്റവും മികച്ച ലോകകപ്പ് എന്നുള്ളൊരു സർവേ BBC നടത്തുന്നു. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സർവേ നടത്തുമ്പോൾ BBC പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരം എന്താണ്? ഖത്തറിനെതിരെയുള്ള ഒരു റിസൾട്ട് ഉണ്ടാകും, ആ സർവേ ഖത്തറിനെതിരായിരിക്കും എന്നുള്ളതായിരിക്കാം. പക്ഷെ അവർ നടത്തിയ സർവേ, അവരുടെ വായനക്കാരിൽ നിന്ന് തന്നെ അവർ നടത്തിയ സർവേയിൽ മിന്നും പ്രകടനമാണ് ഖത്തർ കാഴ്ചവെച്ചിട്ടുള്ളത്. ഖത്തറിൽ നടന്ന ലോകകപ്പിന് ഏകദേശം 76% ആളുകൾ പിന്തുണ കൊടുക്കുകയും ഏറ്റവും മികച്ച, അതായത് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച, ഏറ്റവും മനോഹരമായ ലോകകപ്പ് അത് ഖത്തറിലേതാണ് എന്നുള്ളത് തന്നെയാണ് BBCയുടെ വായനക്കാരിലെ 76% ആളുകളും അവകാശപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷമാണ് കൊറിയയും ജപ്പാനും പരസ്പരം പങ്കിട്ട് നടത്തിയ 2002 ലോകകപ്പ്. അതിനുശേഷമാണ്, അതും വെറും 6% അവർക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ 76% ആളുകളും അവകാശപ്പെടുന്നത് ഖത്തറിലേതാണ് ഏറ്റവും മികച്ച ലോകകപ്പ് എന്നുള്ളതാണ്. ഇത് സഹിക്കാൻ പറ്റുന്നതിലും വലിയൊരു തിരിച്ചടിയാണ്. കാരണം BBC ഖത്തർ ലോകകപ്പിനെ ശക്തമായി വിമർശിച്ചു, അതിനെതിരെ വാർത്തകൾ നൽകി, അതിശക്തമായിട്ടുള്ള പ്രചരണം നടത്തി. പക്ഷേ അവര് നടത്തിയ സർവേയിൽ അവരുടെ വായനക്കാരിലെ 76% ആളുകളും പറയുന്നു ഖത്തറാണ് ശരി, ഖത്തറിലെ ലോകകപ്പാണ് ഏറ്റവും നല്ല ലോകകപ്പ് എന്ന. വല്ലാത്തൊരു തിരിച്ചടിയല്ലേ? എന്തിനു വേണം പറയാൻ ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഇനി എന്താണ് ലഭിക്കാനുള്ളത്? കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു, ബ്രസീലിയൻ മോഡൽ. ഈ ബ്രസീലിയൻ മോഡൽ എന്ന് പറയുമ്പോൾ ബ്രസീലിയൻ പോൺ മോഡലാണ്. ഓൺലൈനിൽ ഈ ഓൺലൈൻ പോൺ വ്യവസായ രംഗത്തുള്ള ഒരു മോഡൽ. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ടതില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പൊ ആ മോഡൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് 60% തകർച്ചയുണ്ടായി എന്നുള്ളതാണ്. എൻ്റെ വരുമാനത്തിൽ 60% തകർച്ചയുണ്ടായി. എൻ്റെ അഴക് കാണാൻ ആരും വന്നില്ല, അതിന് കാരണം ഖത്തർ ലോകകപ്പ് എന്നുള്ളതാണ് അവർ വിമർശിച്ചുകൊണ്ട് പറയുന്നത്. അപ്പൊ ഖത്തർ ലോകകപ്പ്, ആ ലോകകപ്പ് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും പല ആളുകളും ആ ഖത്തർ ലോകകപ്പിന്റെ വേദികളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടെ നടന്ന മത്സരങ്ങളിൽ മുഴങ്ങുകയും ചെയ്തതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നേ വരെ നടന്ന ലോകകപ്പ് മത്സരങ്ങളെ പോലെ അല്ലായിരുന്നു ഖത്തറിലെ ലോകകപ്പ് മത്സരം. അത് ഖത്തറിൽ വെച്ചതുകൊണ്ടല്ല, മറിച്ച് അത്രത്തോളം നല്ലൊരു മത്സരമായിരുന്നു. ഇന്നേ വരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു മികച്ച പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഖത്തർ ഉണ്ടാക്കിയെടുത്ത സൗകര്യങ്ങൾ, പൊതുവെ കളി കാണാൻ വരുന്ന കാണികളെ അത്ര വലിയ രീതിയിൽ പരിഗണിക്കാറില്ല. പക്ഷെ ഖത്തർ ആതിഥേയത്വ മര്യാദയുടെ അടിസ്ഥാനത്തിൽ അവരെ നല്ല രീതിയിൽ പരിഗണിക്കുകയും അവർക്ക് സൗജന്യം ഭക്ഷണം നൽകുന്ന ഒരവസ്ഥ വരെ അവിടെ ഉണ്ടായി. അവരെ വളരെ നല്ല രീതിയിൽ പരിഗണിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വേദികളിൽ കളി കാണാൻ എത്തിയ ആളുകൾക്കൊക്കെ ഇത് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവര് എടുത്തു പറഞ്ഞു, ഞങ്ങൾ ഇതിനു മുൻപ് റഷ്യയിൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ജർമ്മനിയിൽ പോയിട്ടുണ്ട്, കൊറിയയിൽ പോയിട്ടുണ്ട്, ജപ്പാനിൽ പോയിട്ടുണ്ട്, പക്ഷേ
അവിടെ നിന്നൊന്നും ലഭിക്കാത്ത ഒരു അതിഥി മര്യാദ ഞങ്ങൾക്ക് ഖത്തറിൽ നിന്ന് ലഭിച്ചു എന്ന് അവർ വിളിച്ചു പറയാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഖത്തറിനെതിരെയുള്ള എല്ലാ അജണ്ടകളും തരിപ്പണമായി മാറിപ്പോയി. അവസാനം എന്താ, BBC-ക്ക് തന്നെ പറയേണ്ടി വന്നു, ഖത്തർ വൺ ഓഫ് ദ ബെസ്റ്റ്, ഖത്തർ വേൾഡ് കപ്പ് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് എന്നുള്ളത് അവര് നടത്തിയ സർവേയിൽ അവർക്ക് പറയേണ്ടി വരുന്ന ഒരു ഗതികേടിനെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ മനഃപൂർവമായ ഒരു നീക്കം ഖത്തറിനെതിരെ നടന്നു. ആ നീക്കങ്ങളെയൊക്കെ ഖത്തർ പ്രതിരോധിച്ചത് അവർക്കെതിരെ കിട്ടുന്ന മാധ്യമങ്ങളിലൊക്കെ തുറന്നടിച്ചുകൊണ്ടല്ല, മറിച്ച് പ്രവർത്തിച്ച് കാണിച്ചുകൊണ്ടാണ്. വളരെ മാന്യമായ രീതിയിൽ അവർ നടത്തേണ്ട രീതിയിൽ ലോകകപ്പ് നടത്തിയതോട് കൂടിയിട്ട് എല്ലാവരുടെയും ആ പീസ് പൂട്ടി. ഒരു കാര്യം പറയാം, ഖത്തർ തമീം ഒരു രക്ഷയില്ലാത്തൊരു മുതലാണ്, ഒരു രക്ഷയില്ലാത്തൊരു മുതലാണ്. ഇത്രയൊക്കെ ലോക അന്താരാഷ്ട്ര കോണുകളിൽ നിന്ന് വിമർശനം വന്നപ്പോഴൊന്നും മിണ്ടാതിരുന്നു കൊണ്ട് വളരെ മാന്യമായ രീതിയിൽ തൻ്റെ പരിപാടി എന്താണോ, താൻ എന്താണോ ചെയ്യേണ്ടത് അത് ക്ലിയറായി ചെയ്തു കാണിച്ച് അന്തസ്സോട് കൂടിയിട്ട് അവസാന നിമിഷം വരെ ആവേശത്തിന്റെ പൊടിക്കാറ്റിൽ നിന്ന് ഒരു തരി പോലും പുറത്തു പോകാതെ അന്തസ്സോടെ അവസാന നിമിഷം വരെ ആ വേൾഡ് കപ്പ് വേദിയിൽ നിന്നുകൊണ്ട് ഇതാ ഞാൻ ലോകത്തോട് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തോട് ഞാൻ പറഞ്ഞിരുന്ന ആ കാര്യം ഞാൻ നിറവേറ്റിയിരിക്കുകയാണ്, അതും വളരെ ഭംഗിയായിട്ട് എന്നുള്ള ഒരു മറുപടി കൊടുക്കുമ്പോൾ, ആ മറുപടിക്ക് ലോകം കൈയടിക്കുമ്പോൾ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ഖത്തർ വേൾഡ് കപ്പ്. BBC-യുടെ സർവേയിൽ വന്നതുകൊണ്ട് മാത്രമല്ല, മറിച്ച് 21-ാം നൂറ്റാണ്ടിലെ എന്നുള്ളതല്ല, മറിച്ച് ലോകത്തെ ഏറ്റവും മികച്ച വേൾഡ് കപ്പുകളിൽ ഒന്ന് അത് ഖത്തർ തന്നെയാണ്, ഒരു സംശയമില്ല. 21-ാം നൂറ്റാണ്ടിൽ ഒന്നാമനായി നിൽക്കുന്നുണ്ട് എങ്കിൽ ഈ ലോകത്ത് നടന്ന വേൾഡ് കപ്പുകളിൽ ഖത്തറിൽ നടന്ന വേൾഡ് കപ്പിന്റെ മിനുക്കം ഒരു തരി പോലും കുറയുകയില്ല. കാരണം അവരുടെ വേൾഡ് കപ്പിൽ എല്ലാ രീതിയിലുമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, ചില വർണ്ണ വിവേചനങ്ങൾക്കെതിരെ ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു, പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ആളുകൾക്ക് ചെയ്തു കൊടുത്ത് അവർ കയ്യടി നേടിയപ്പോൾ വിമർശകരായിട്ടുള്ള BBC-ക്ക് പോലും അവസാനം പറയേണ്ടി വന്നു, ഖത്തറിന് ഒരു ബിഗ് സല്യൂട്ട് അവർക്ക് പോലും കൊടുക്കേണ്ടി വന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.